प्यारे बच्चे, आप सबको मरकज़ बॉयज़ हाई स्कूल तीसरा हिंदी क्लास में स्वागत करता हूँ। आज हम 10वीं कक्षा के तीसरा भाग पर चर्चा करेंगे। 2 क्लास हमने चलाया है, बाकी आज हम पढ़ेंगे साहिल और बेला का ക്ലാസ് में कैसे बैठे थे। ഇനി പുസ്തകത്തിലേക്ക് പോകുകയാണ്. റീഡിംഗ് വളരെ ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് ബാക്കി വർക്കുകൾ ചെയ്യുക. ഓക്കെ. ക്ലാസ് में दोनों पास पास बैठते थे. ക്ലാസ്സിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. കാപ്പി में काम करते तो दोनों कापी में काम करते थे. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നോട്ട്ബുക്കിൽ എഴുതിയിരുന്നത്. കാപ്പി മേം, കാപ്പി നോട്ട്ബുക്ക്, കാം കർത്തേത്തോ എഴുതിയിരുന്നത്. ദോനോ രണ്ടുപേരും, കാപ്പി മേ കാം കർത്തേതേ, കോപ്പി നോട്ട്ബുക്കിൽ ജോലി ചെയ്തിരുന്നു. കിതാബ് പഠിത്തേത്തോ ദോനോ കിതാബ് പഠിത്തേ, പുസ്തകം വായിക്കുമ്പോൾ രണ്ടുപേരും പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേതേ, മറിച്ച് പാഠഭാഗവും ഒന്നു തന്നെയായിരുന്നു അവർ വായിച്ചിരുന്നത് രണ്ടുപേരും. സാഹിൽ ചമക്കൂടീസൻ 57 में वह तलवार पुरानी दी पढ़ता तो वह भी चमकूड़ी सन 57 में वह तलवार पुरानी दी पढ़ती थी. मतलब ചമക്കൂടി 57 में എന്ന് പറഞ്ഞത് ഝാൻസി റാണിയെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അതിൻ്റെ ഫസ്റ്റ് ലൈനാണ് ചമക്കൂടി സൻ 57 में तलवार पुरानी दी കൂബലടി തോ മർദനി വൗത്തോ ജാൻസി വാലി റാണിദി എന്ന പദ്യത്തിൻ്റെ തുടക്കം. സാഹിൽ അത് വായിക്കുമ്പോൾ ബേലയും അതുതന്നെയായിരുന്നു വായിച്ചിരുന്നത്. തൽവാർ മീൻസ് വാള്. ബേല കത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ബേല ചോദിക്കും, ബഹൻജി സിസ്റ്റർ ബ്രദർ ക്യാ ഹേ, പാനി പീനെ ചല ജാവും, ടീച്ചർ വെള്ളം കുടിക്കാൻ പോവട്ടെ. സാഹിൽ ബി കത്ത, അപ്പോൾ സാഹിലും പറയും, ബഹൻജി പാനി പീനെ ചല ജാവും, വെള്ളം കുടിക്കാൻ പോകട്ടെ. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അടുത്ത പാരഗ്രാഫ്, ദൂസര അനുച്ഛേദ്. गणित के मास्टर साहब सुरेंद्र जी का पीरियड गेल गंडी के बाद आता था. ഇനി ഗണിതത്തിൻ്റെ അധ്യാപകൻ മാസ്റ്റർ സാബ് സുരേന്ദ്രജി കാ പീരിയഡ്, സുരേന്ദ്രജിയുടെ പീരീഡ് ഖേൽകണ്ടി കെ ബാദ്, കളി പീരീഡിന് ശേഷം ആത്താത വരാറുണ്ടായിരുന്നത്. ബച്ചെ ഉൻസെ കാമ്പുത്തേത്, കുട്ടികൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറക്കുമായിരുന്നു. കാമ്പിന വിറക്കുക, ബച്ച കുട്ടികൾ, ഉൻസെ അദ്ദേഹത്തിന്. और ഖേൽകണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലേഹി, കളി പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ, പഹലേഹി ആദ്യം തന്നെ, അപ്പനി അപ്പനി ജഗവ് പർ ആക്കർ ബൈഠ ജാത്തേത്, അവരവരുടെ സീറ്റുകളിൽ വന്ന് ഇരിക്കുമായിരുന്നു. ഗണിതത്തിൻ്റെ അധ്യാപകനായ സുരേന്ദ്ര മാസ്റ്റർ സാബിജിയെ പേടിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും കളി പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ അവരവരുടെ ക്ലാസ് സീറ്റിൽ വന്ന് ഇരിക്കുമായിരുന്നു. നെക്സ്റ്റ് പാർട്ട് पर आइए. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. അപ്പിനി ജഗവുമേ ആക്കർ ബൈഠ ജാത്തെ ദേ, അവരവരുടെ സീറ്റിൽ വന്നിരിക്കുന്നു. സുരേന്ദ്രജി മാസ്റ്റർ സാബ് ഇസി പീരീഡ് മേ കാപ്പി ജാഞ്ചത്തെ ദേ, സുരേന്ദ്രജി മാട്ട് സാബ് മാത്സിൻ്റെ സാറ്, ഈസ് പീരീഡ് മേ ഇതേ പീരീഡിലാണ്, കാപ്പി ജാഞ്ചത്തെ ദേ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്നത്. ജരീസി ഗലത്തി പർ ബച്ചോं को इधर उधर फेंक देता है. ജരാസി അല്പം, ലേസം, ഗലത്തി പർ തെറ്റു കണ്ടാൽ, ബച്ചോക്കോ കുട്ടികളെ, ഇതർ ഉദർ ഫേങ്ക് ദേത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുമായിരുന്നു അദ്ദേഹം പിടിച്ചിട്ട്. യാ അല്ലെങ്കിൽ ജപ്പട് മാർനെ ലത്തെ, കൈകൊണ്ട് മുഖത്തടിക്കുകയും ചെയ്യും. ഉൻകെ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ, രുക്കിന ഭൂൽ ജാത്ത, അദ്ദേഹം അത് നിർത്താൻ മറന്നുപോകും. അത്രയും നേരം അദ്ദേഹം കുട്ടികളെ അടിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത പാരഗ്രാഫിലേക്ക് വരും. ദൂസര അനുച്ഛേദ്. ഏക് ദിൻ സുരേന്ദ്രജി മാസ്റ്റർ സാബിനെ ബേല കെ ബാലോ മേ പഞ്ച പസായ. ഏക് ദിൻ ഒരു ദിവസം സുരേന്ദ്രജി മാസ്റ്റർ സാബിനെ
നമ്മുടെ മാത്സിൻ്റെ സാറായ സുരേന്ദ്രജി ബേലാക്കെ ബാലോമേം പഞ്ച പസായെ, ബേലയുടെ മുടിയിൽ കൈയിട്ട് പിടിച്ചു. പഞ്ച പസാന 5 വിരലും കൂട്ടി പിടിക്കുന്നതിനെയാണ് പഞ്ച പസാന എന്ന് പറയും. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. पर എന്നാൽ ഷായദ് ഒരു പക്ഷേ ജിസ് ഗലത്തിക്കോ ഏതൊരു തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം ഉസ്കെ ബാലോം പക്കടുക്കർ അവളുടെ മുടി പിടിച്ചിട്ട് എറിയാൻ നോക്കിയത്, ഫേങ്കിനെ വാലേത് എറിയുമായിരുന്നു. വഹ് ഗലത്തി ദീഹി നഹി അതൊരു തെറ്റുപോലും അല്ലായിരുന്നു, അവിടെ ഒരു തെറ്റുപോലും ഇല്ലായിരുന്നു. ഉനോനെ അദ്ദേഹം ബേലാക്കോ ചോട് ദിയ തെറ്റില്ലെന്ന് കണ്ട മാസ്റ്റർ സാബ് ബേലയെ ചോട് ദിയ വിട്ടു. ബേലാക്കെ ഭയവീത് ചെഹരക്കോ ദേഖുകർ സാഹിൽ ബുരി തര ഡർ ഗയാത, ബേലയുടെ ഭയാനകമായ ആ മുഖം കണ്ടിട്ട് സാഹിലും ബുരി തര ഡർ ഗയാത നല്ല പോലെ പേടിച്ചിരുന്നു. ഉസിനെ ദേഖാക്കി ബേലാക്കെ പാവ് അബുവി കാമ്പ് രഹദ് അവൻ കണ്ടു ബേലയുടെ കാലുകൾ അഭുവി ഇപ്പോഴും കാമ്പരേതെ വിറക്കുന്നുണ്ടായിരുന്നു. ജൈസെ വഹ് അബ് ഗഡേ ഗഡേ അബി ഗിർ ജായകി, ഏതുപോലെയാണ് ബേല വിറച്ചുകൊണ്ടിരുന്നതെന്നറിയാമോ? ഇപ്പോഴും ഇനിയും അവിടെ നിന്നാൽ അവളെ വിറച്ചു വിറച്ച് വീണു പോകുമായിരുന്നു എന്ന് സാഹിലിന് തോന്നിപ്പോയി. സുരേന്ദ്രജി മാസ്റ്റർ സാബിനെ കാപ്പി കോ അപ്പിനെ ബൈഠനെ की जगह पर फेंकते हुए कहा. സുരേന്ദ്ര മാസ്റ്റർ സാബ് അവളുടെ നോട്ട് ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു. കാപ്പിക്കോ നോട്ട്ബുക്കിനെ ഉസ്കെ ബൈഠനേക്ക് അവൾ ഇരിക്കുന്ന ജഗഹ് പർ സ്ഥലത്തേക്ക് ഫേങ്ക് തേ ഹുയെ എറിഞ്ഞുകൊണ്ട് കഹ പറഞ്ഞു. ബൈഠ് അപ്നി ജഗഹ് പർ പോയിരിക്ക് തൻ്റെ സ്ഥലത്ത്. बाकी देखिए दूसरे अनुच्छेद. नेक्स्ट अगले अनुच्छेद पर देखिए. बेला का मन बहुत खराब हो गया था. ബേലയുടെ മനസ്സ് വളരെയധികം ഖറാബ് ഹോ ഗയാ ഥാ, വളരെ വിഷമിച്ചിരുന്നു, മോശമായ അവസ്ഥയായിരുന്നു. മാഡ് സാബ് ചാഹെ മുझे പീട്ട് ലേത്ത, മാഡ് സാബിന് എന്നെ അടിക്കാമായിരുന്നു, പക്ഷേ മഗർ സാഹിൽ കെ സാമിനെ നഹി, സാഹിലിൻ്റെ മുമ്പിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല, പാടില്ലായിരുന്നു. വഹ് സാഹിൽ കെ സാമിനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി, അവൾ സാഹിലിൻ്റെ മുമ്പിൽ സ്വയം ഷർമിന്ദ ലജ്ജിച്ചു പോയിരുന്നു. മഹസൂസ് കർണ അനുഭവപ്പെടുക, അവൾ സാഹിലിൻ്റെ മുമ്പിൽ വളരെയധികം ലജ്ജിച്ചു പോയിരുന്നു. ക്യോങ്കി വഹ് ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വഹ് ജാൻതി ദി അവൾക്കറിയാമായിരുന്നു, കി എന്തെന്നാൽ വഹ് സാഹിൽ കി നസർ മേ അവൾ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബഹുത്ത് അച്ചി ഹെ വളരെ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് മാസ്റ്റർ സാബ് അടിച്ചത് അവൾക്ക് വളരെയധികം വിഷമമായിപ്പോയി. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി, ജബ് എപ്പോഴാണോ വഹ് അവൾ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി അവൻ്റെ അടുത്ത് വന്നിരുന്നത്, ഉസ്കി നസർ നഹി മിൽ പായി അവനെ അവൾക്ക് നോക്കാനേ സാധിച്ചില്ല. അതായത് അവൾ വളരെയധികം ലജ്ജിച്ചുകൊണ്ട് സാഹിലിൻ്റെ അടുത്ത് അവനെ നോക്കാതെ പോയിരുന്നു. देखिए इधर आपको एक वर्क करने का है. ഇവിടെ ബേല വളരെയധികം വിഷമിച്ചു പോയിട്ടുണ്ട്, സാഹിലും. എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കുക? ഇതർ നമുക്ക് ഏക്ക് വർക്ക് കർണേക്കാ. ബേല വളരെയധികം വിഷമിച്ചിരുന്നു എങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ബേല ഒരു ഡയറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എഴുതണം. നോക്കാം. ഡയറി എങ്ങനെയാണ് ഒരു ഡയറി തയ്യാറാക്കുന്നത്? ആദ്യം ഡയറി എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം.
ഡയറി കൈസേ ലിഖ്താ ഹൈ, ഡയറി എങ്ങനെയാണ് എഴുതുന്നത്. ഡയറി ലിഖ്തേ സമയ ക്യാ ക്യാ ബാത്തോ പർ ധ്യാൻ ദേന ചാഹിയെ. ഒരു ഡയറി എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അധികം ആളുകളും 9ാം ക്ലാസ്സിൽ നിന്നും അതിൻ്റെ താഴെ ക്ലാസ്സിൽ നിന്നും പഠിച്ചതാണ്. എങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു പോകാം. 1. താരീഖ് യാ ദിനാങ്ക്. താരീഖ് യാ ദിനാങ്ക് സ്ഥാൻ. താരീഖ് അല്ലെങ്കിൽ ദിനാങ്ക് ഡേറ്റ് ദിവസം, സ്ഥാൻ സ്ഥലവും എഴുതാം. ഇത് ഏതു ഭാഗത്തും എഴുതാം. ഡയറിയുടെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ എഴുതാം, നിങ്ങൾക്കിഷ്ടം. ഡയറി താഴത്തായായി എഴുതാം, പാരഗ്രാഫായിട്ടും എഴുതാവുന്നതാണ്. देखिए एक ഡയറി കാ രൂപരേഖ. ഒരു ഡയറിയുടെ മോഡൽ നമുക്കിന്ന് ഇപ്പോൾ പഠിക്കാം. ശ്രദ്ധിച്ച് ബോർഡിൽ നോക്കിയിരിക്കാം. देखिए മുകളിലെ പേജിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഡേറ്റ്? 5 ജൂൺ 2020 ഫുലേര. ജൂൺ 5, 2020 ഫുലേര. ഇതിൽ സ്ഥലവും ദിനാങ്കും സ്ഥാനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു കോളം വരച്ചിട്ട് കോളത്തിനകത്തേക്ക് ആക്കാം. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം अपने अपने मर्जी के अनुसार डायरी लिख सकते हैं. नीचे नीचे लिख सकते हैं, पैराग्राफ करके भी लिख सकते हैं. तो सभी डायरी में एक साथ ही होते हैं. आज हम लिखते हैं बेला का डायरी. बेला बहुत खराब थी, देखिए कैसे होगा उसके मन. न जाने आज कैसा दिन था. फर्स्ट लाइन न जाने आज कैसा दिन था. അറിയില്ല ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. പിന്നെ ആജ് ഏക്ക് ബുരാ ദിൻ താ. ഇന്ന് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. അങ്ങനെ തുടങ്ങാം നമുക്ക്. പിന്നെ മാഡ് സാബ് കക്ഷാമേ ആയ. മാസ്റ്റർ സാബ് കക്ഷാമേ ആയ, ക്ലാസ്സിൽ വന്നു. മേരി കാപ്പി ജാഞ്ചത്തി തി. എൻ്റെ നോട്ട്ബുക്ക് പരിശോധിച്ചു കൊണ്ടിരുന്നു. വഹ് മേരി ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാലാത. അദ്ദേഹം എൻ്റെ മുടിയിൽ പിടിച്ചിട്ട് എറിയുമായിരുന്നു. മേ ബഹുത്ത് ഡരീതി. ഞാൻ വളരെയധികം പേടിച്ചുപോയി. സാഹിൽ ബി ബഹുത്ത് ഡരാത. സാഹിലും വളരെയധികം പേടിച്ചുപോയി. മുജെ ബഹുത്ത് ശർം ഹോ ഗയി. എനിക്ക് വളരെയധികം ലജ്ജിച്ചുപോയി ഞാൻ. ബിനാ ദേഖെ സാഹിൽ കെ പാസ് ജാക്കർ ബൈഠി. ഞാൻ ആരെയും നോക്കാതെ, സാഹിലിനെ പോലും മുഖത്തു നോക്കാതെ അവൻ്റെ അടുത്തു പോയി ഇരുന്നു. രോ രോക്കർ അബുബി മേരി ആംഖേം ലാൽ ഹേ. കരഞ്ഞു കരഞ്ഞ് ഇപ്പോഴും എൻ്റെ കണ്ണുകൾ ചുവപ്പാണ്. ഇപ്രകാരം നമ്മുടെ ഐഡിയക്കനുസരിച്ച് താഴെയോ പോയിൻ്റായിട്ടോ പാരഗ്രാഫായിട്ടോ നിങ്ങൾക്ക് ഡയറി എഴുതാവുന്നതാണ്. ഡയറി എഴുതുമ്പോൾ ആകെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്, ഡേറ്റും ദിവസവും സ്ഥലവും എഴുതുക എന്നത് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറിയുടെ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. എന്നിട്ട് കോളം വരച്ച് ഭംഗിയായി വൃത്തിയാക്കി എഴുതി വെക്കുക. देखिए ഇവിടെ നമ്മൾ സുരേന്ദ്ര മാസ്റ്റർ സാഹിബിനെ നല്ലപോലെ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം നമുക്ക് സാധ്യമാകും ഇവിടെ. देखिए ചരിത്ര ചിത്രൻ യാ ചരിത്രഗത വിശേഷത ये कैसे लिखता है. ഇതെങ്ങനെ എഴുതുക? പാഠഭാഗ് के आधार पर पात्रों का चरित्र गुण दोष आदि का विवरण देना. ഇതാണ് ചരിത്രഗത വിശേഷത. പാഠഭാഗത്തിനെ അടിസ്ഥാനമാക്കി പാത്രങ്ങളുടെ ചരിത്ര, സ്വഭാവം, ഗുണം, ദോഷം, ആദി ക വിവരണം തുടങ്ങിയവ വിവരിക്കുക തന്നെ. എങ്ങനെ ഇത് എഴുതും? ലേഖക ക നാം ലിഖന. ഇതിൽ ആദ്യം ഓഥറുടെ പേര് എഴുതണം. പിന്നെ പാഠ് ക നാം യാ കഹാനി ക നാം, പാഠത്തിൻ്റെ പേരോ അല്ലെങ്കിൽ കഥയുടെ പേരും എഴുതണം ഫസ്റ്റ് പാരഗ്രാഫിൽ. 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതുക. 3ാമത്തെ പാരഗ്രാഫിലോ പാത്രോം കെ ബാരേമേ ലിഖന. ഇത്രയുമാണ് ചരിത്രഗത വിശേഷത തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്ക് സുരേന്ദ്ര മാസ്റ്റർ സാഹിബിൻ്റെ ചരിത്രഗത വിശേഷത എഴുതി നോക്കാം. ചരിത്രഗത വിശേഷതയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കാം, ചരിത്രഗത ടിപ്പണി. देखिए
സുരേന്ദ്ര മാസ്റ്റർ സാഹിബെ ചോദിച്ചതുകൊണ്ട് നമുക്ക് സുരേന്ദ്ര മാസ്റ്റർ സാബ് എന്ന് തന്നെ എഴുതാം. ഇനി അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ. ഇദ്ദേഹം ആരാണ്? ബീർബൗട്ടി കഥയിലെ മുഖ്യ കഥാപാത്രം എന്ന് എഴുതാം. എല്ലാവരെ ചോദിച്ചാലും, ബേലയെ ചോദിച്ചാലും, സാഹിലിനെ കുറിച്ച് ചോദിച്ചാലും എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ മുഖ്യ കഥാപാത്ര ഹെ എന്ന് എഴുതണം. देखिए, हिंदी साहित्य के प्रमुख कहानीकार प्रभात जी के बीर बहुट्टी नामक कहानी का मुख्य पात्र है सुरेंद्र मास्टर साहब. वे गणित का अध्यापक है. वह बहुत गुस्सालू है. बच्चे उनके नाम सुनते ही डरते हैं. बीच बीच में काफ़ी जांचते हैं. देखिए, हिंदी साहित्य के प्रमुख कहानीकार, ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്തനായ കഥാകാരൻ പ്രഭാത്ജി എഴുതിയിട്ടുള്ള ബീർ ബഹുട്ടി കഹാനിക്ക, ബീർ ബഹുട്ടി എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് സുരേന്ദ്ര മാസ്റ്റർ സാബ്. വേ, അദ്ദേഹം ഗണിത ക അധ്യാപക ഹെ, ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. വൗ ബൗത്ത് ഗുസ്സാലു ഹെ, വളരെയധികം ദേഷ്യക്കാരനാണ്. ഗുസ്സാലു, ദേഷ്യക്കാരൻ. ബച്ച ഉൻകെ നാം സുൻത്തെ ഹി ഡർത്തെ ഹെ, കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വിറക്കുന്നു. ഡർന, വിറക്കുക. ബീച്ച് ബീച്ചുമേം, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്യും? കാപ്പി ജാഞ്ചത്തെ, നോട്ട് ബുക്ക് പരിശോധിക്കും. ജരാസി ഗലത്തി പർ ബച്ചോ കോ മാർത്ത, ചെറിയ ചെറിയ, ജരാസ അല്പം, ലേസം, ജരാസ ഗലത്തി തെറ്റ്, ബച്ചോ കോ മാർത്തത, കുട്ടികളെ അടിക്കുമായിരുന്നു. ബച്ചേക്കെ ബാലവും കടുക്കർ പഞ്ചാ പസാക്കർ മാർത്തെ, കുട്ടികളുടെ മുടിയുടെ ഇടയിലൂടെ കൈയിട്ട് പിടിച്ചിട്ടാണ് അദ്ദേഹം അടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? കാപ്പി ഇതർ ഉദർ ഫേങ്കത്തെ, കുട്ടികളുടെ നോട്ട് ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയും. വേ ബൗത്ത് നാരാസി ആദ്മി ഹെ, അദ്ദേഹം വളരെയധികം വെറുപ്പുളവാക്കുന്ന ഒരു വ്യക്തിയാണ്. ഉസ്കെ പിരീഡ് കെ 2 മിനിറ്റ് പഹലെ, അദ്ദേഹത്തിൻ്റെ പിരീഡിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ പഹലെ ആക്കർ ജഗഹ് പർ ബൈഠത്താ ഹെ, കുട്ടികൾ പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിരീഡിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കയറി പേടിച്ചിരിക്കും. ഇതാണ് സുരേന്ദ്ര മാസ്റ്റർ സാഹിബിനെ കുറിച്ച് നമ്മൾ ചരിത്ര ചിത്രം തയ്യാറാക്കുന്നത്. ഇതാണ് ചരിത്രഗത വിശേഷത. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതേപോലെ ഈ പാഠഭാഗത്തിൽ നിന്ന് ബേലയെക്കുറിച്ച് ചോദിക്കാം, സാഹിലിനെ കുറിച്ച് ചോദിക്കാം. അതും ഇതുപോലെ തന്നെ എഴുതണം. തുടക്കം എങ്ങനെ എഴുതാം? ഹിന്ദി സാഹിത്യക്കെ പ്രമുഖ സാഹിത്യകാർ അല്ലെങ്കിൽ കഹാനികാർ പ്രഭാത്ജി എഴുതിയിട്ടുള്ള ബീർ ബഹുട്ടി കഹാനിക്ക, ബീർ ബഹുട്ടി എന്നു പേരുള്ള കഥയിലെ മുഖ്യ പാത്ര എന്ന് എഴുതി തുടങ്ങാം. എന്നിട്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതങ്ങോട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ഭാഗത്തിൽ നിന്ന് ഇന്ന് നമ്മൾ 2 വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡയറി തയ്യാറാക്കാനും മറ്റൊന്ന് ചരിത്രഗത വിശേഷത തയ്യാറാക്കാനും. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതി. നമ്മൾ വളരെയധികം ഭംഗിയായിട്ട് പഠിച്ച് എഴുതി പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ധന്യവാദ്.